താരസംഘടന അമ്മയുടെ സ്ഥിരം കമ്മിറ്റി ഉടൻ തന്നെ വരുമെന്ന് രമേശ് പിഷാരടി. സ്ഥിരം കമ്മിറ്റിയുടെ ഭാരവാഹിത്വം താൻ ഏറ്റെടുക്കില്ല. രാജിവെച്ചവരെ സംഘടനയിൽ തിരികെ എത്തിക്കുമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. അഡ്ഹോക് കമ്മിറ്റി യോഗം ഇന്നലെ ചേർന്നതായും പിഷാരടി വ്യക്തമാക്കി. ഇന്നലെ ഞങ്ങളുടെ ആദ്യത്തെ യോഗം കൂടി. ആദ്യത്തെ യോഗത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, എല്ലാം പരിഹരിക്കപ്പെടും. പുതിയ കമ്മിറ്റി വരും, അവരെല്ലാം കൃത്യമായി നോക്കിക്കോളും. വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളിലൊക്കെ നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളാണല്ലോ, എത്രത്തോളം ഇടപെടാൻ പറ്റുമോ അത്രത്തോളം അതിൻ്റെ ആഴങ്ങളിൽ ഇടപെടുകയും പരിഹാരങ്ങൾ കാണുകയും ചെയ്യും. ഒരു സ്ഥിര ഭാരവാഹിത്വത്തിലോട്ട് ഞാൻ വരില്ല. എനിക്ക് ഇവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സച്ചിൻ, അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും അമ്മയുടെ കമ്മിറ്റി അംഗമാകുക എളുപ്പമായിരിക്കില്ല. കാരണം അദ്ദേഹം MLA ആണ്, അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉടൻ തന്നെ അങ്ങനെ ഒരു കമ്മിറ്റി വരികയും അമ്മയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോയിക്കോളും ഇനി എന്നുമാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? സനീഷ, എത്രയും പെട്ടെന്ന്, അതായത് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളും നാടകീയ രംഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നിലവിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതലയുള്ള രമേശ് പിഷാരടി വ്യക്തമാക്കിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ സ്ഥിരം കമ്മിറ്റി അമ്മയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ തർക്കമുണ്ടായ ശ്വേതാ മേനോൻ, അതേപോലെ തന്നെ അൻസിബ, മല്ലിക സുകുമാരൻ തുടങ്ങിയ ബാബുരാജ് തുടങ്ങിയ താരങ്ങളുമെല്ലാമായി സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായി എല്ലാ ധാരണയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് രമേശ് പിഷാരടി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രമുഖ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാലുമായി അടക്കം അമ്മയിലെ വിഷയങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സംഘടനയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് തന്നെ ഒരു സ്ഥിരം കമ്മിറ്റിയോടുകൂടെ തന്നെ അമ്മ സംഘടന മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രമേശ് പിഷാരടി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ പുതിയൊരു കമ്മിറ്റി വരുമ്പോൾ അതിൻ്റെ ചുമതലയിൽ താൻ ഉണ്ടാവില്ല എന്ന കാര്യവും പിഷാരടി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പാലക്കാട് MLA ആണ്. അതിനാൽ തന്നെ മറ്റ് ചുമതലകൾ MLA എന്ന നിലയിലുള്ള ചുമതലകളെല്ലാം തന്നെ തനിക്ക് വഹിക്കേണ്ടതുണ്ട്. അതിനാൽ താരസംഘടനയുടെ സ്ഥിരം ചുമതലയിൽ താൻ ഉണ്ടാവില്ല എന്ന കാര്യം തന്നെയാണ് രമേശ് പിഷാരടി വ്യക്തമാക്കിയിട്ടുള്ളത്. സനീഷ്, ശരി, നന്ദി സച്ചിൻ വിവരങ്ങൾക്ക്.